consider P of n 1 cube plus 2 cube plus etc. plus n cube equal to n into n plus 1 by 2 whole square. Verify that P of 1 is true. By principle of mathematical induction, show that Pn is true for all natural numbers. We will Pn nalla perella kodutittu namukku directly onnamathe sub question like povam. So what is the expression for P1? P1 ile last term 1 cube, first term 1 cube. So we have only one term on the left side, that is 1 cube. Equal to right l n 1 kodukka. So the expression is 1 into 1 plus 1 by 2 whole square. If നമുക്ക് ഈ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞാൽ അത് LHS ന് ഈക്വൽ ആണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഞാൻ RHS ഈക്വൽ ടു എഴുതുകയാണ്, കാരണം ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. What is that? 1 into 1 plus 1 is 2 by 2 whole square. 2 and 2 cancel ചെയ്യും, so it is 1 square. 1 square is the same as 1 and it is equal to LHS. 1 cube is also equal to 1. So LHS equal to RHS negative, therefore P of 1 is true. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അവിടെ തീരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. രണ്ടാമത്തേൽ എന്താ പറയുന്നത്? ഇൻഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ P of n എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്ന് കാണിക്കണം. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്ത പോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? Let P of k be true or assume that P of k is true. Now what is the statement P of k? It is 1 cube plus 2 cube plus etc. plus n cube ന് പകരം k cube equal to right ലും n ന് പകരം k കൊടുക്കുക, k into k plus 1 by 2 whole square. ഇതാണ് നമ്മൾ assume ചെയ്തു വെക്കുന്ന റിസൾട്ട്. Now the next step is we have to prove P of k plus 1. And what is our P of k plus 1? 1 cube plus 2 cube plus etc. plus k cube plus ഒരു term കൂടെ അധികം, that is k plus 1 whole cube. Now what is the right side? n ന് പകരം k plus 1 കൊടുക്കുക. So k plus 1 into k plus 1 plus 1. n ന് പകരം k plus 1 plus അവിടെ ഉള്ളൊരു 1 കൂടെ by 2 whole square. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. And to prove that 1 cube plus 2 cube plus etc. plus k cube plus k plus 1 whole cube, that is the left side of P of k plus 1. അതിൽ ഇത്രയും ടേംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത്രയും ടേമിന് പകരം നമുക്ക് pk യിലെ റിസൾട്ട് കൊടുക്കാം. And it is k into k plus 1 by 2 whole square. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ളത് ഏതാണ്? k plus 1 whole cube. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് RHSലേക്ക് എത്തണം, ഇവിടേക്ക് എത്തണം അല്ലേ? ഇനി എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? നോക്കൂ, k plus 1 whole square ഈ ടേമിലുണ്ട്, ഇവിടെയും k plus 1 whole square ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? k plus 1 whole squareനെ ഈ രണ്ടിൽ നിന്നും പുറത്തെടുക്കാം. ബാക്കി ഇതിൽ എന്താണത്? k square by square ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം, k square by 2 square, that is 4 plus ഇവിടെ എത്രയാ ബാക്കിയുള്ളത്? ഒരു k plus 1 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഈ ടേംസിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? k plus 1 whole square into k square plus 4 into k plus 1. അതില് 4നെ ഓരോന്നിനെ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് എഴുതണം. അപ്പൊ എന്താ കിട്ടുക? 4k plus 4. 4 into k plus 1 ആണ് 4k plus 4. The whole divided by 4. ഇനി അതിനെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് റൈറ്റ് സൈഡിൽ എത്തുമെന്ന് നോക്കണം. So it is equal to k plus 1 whole square into, നോക്കൂ, k square plus 4k plus 4. What is that? It is k plus 2 whole square divided by 4. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ RHS അതുപോലെ എഴുതാം. So we can write this as k plus 1 into k plus 2നെ k plus 1 plus 1 എഴുതാം by 4ന് പകരം ഇവിടെ 2 ആണ് എഴുതിയത്. ഇനി എല്ലാത്തിന്റെ സ്ക്വയർസ് ബാക്കിയുണ്ടല്ലോ, so we can write the term as whole square. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ pk plus 1 എഴുതിയിരിക്കുന്നത് അതിന്റെ RHS പോലെ ഈ എക്സ്പ്രഷനെ നമ്മൾ മാറ്റി. അപ്പോൾ എന്ത് കിട്ടി? Therefore p of k plus 1 is true. Therefore Pn is true.
for all n belongs to n, അല്ലെങ്കിൽ for all natural numbers. Prove that 1 into 2 plus 2 into 3 plus etc. plus n into n plus 1 equal to n into n plus 1 into n plus 2 by 3. ഇത് ഇൻഡക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ പേര് കൊടുത്തിട്ടില്ല, മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ വന്ന പോലെ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് പി ഓഫ് എൻ എന്താണോ നമ്മൾക്ക് തെളിയിക്കേണ്ടത് അതിന് പി ഓഫ് എൻ എന്ന് കൊടുത്തു. ഇനി നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. സോ വാട്ട് ഈസ് അവർ പി ഓഫ് 1? എന്നിന് 1 കൊടുക്കുക. 1 into 1 plus 2, that is 1 into 2. So we have only one term, that is 1 into 2 equal to right side le n 1 കൊടുക്കുക. So 1 into 1 plus 1 into 1 plus 2 divided by 3 എന്ന് കിട്ടും. ഇത് 2 ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? RHS എത്രയാണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? So let us simplify this. 1 into 1 plus 1 is 2. Then 1 plus 2 is 3 divided by 3. Iniyo, this 3 and 3 cancels. So the answer is 2 and that is equal to LHS. Therefore, P of 1 is 2. ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. Now let P of K be true. ഇനി എന്താണ് P of K എന്ന് എഴുതി വെക്കണം. എന്താ P of K? 1 into 2 plus 2 into 3 plus etc. plus എന്നിന് പകരം k കൊടുത്താൽ k into k plus 1 ഇട്ട് equal to right side ലോ k into k plus 1 into k plus 2 by 3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്. ഇനി നമുക്ക് എന്ത് വേണം? P of k plus 1 തെളിയിക്കണം. So we have to prove P of k plus 1. And what is P of k plus 1? 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 plus അത് pk യുടെ ലാസ്റ്റ് ടേം ആണ്. ഒരു ടേമും കൂടെ അധികം ഉണ്ട്. And what is that term? k plus 1 into k plus 2. ഇതേ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യാം. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താ കിട്ടേണ്ടത്? k plus 1 into എന്നിന് പകരം k plus 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടേമോ k plus 1 plus 1 n plus 1 ന് പകരം. And next term is k plus 1 plus 2 n plus 2 ന് പകരം divided by 3. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ P of k plus 1 ന്റെ LHS നിന്ന് തുടങ്ങി RHS ലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഇത് P of k യുടെ റിസൾട്ട് ആണ്. അതവിടെ നിന്നോട്ടെ. So 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 plus k plus 1 into k plus 2. ഇതാണ് P of k plus 1 ന്റെ ലെഫ്റ്റ് സൈഡ്. P of k plus 1 ഒരു ഇക്വേഷൻ ആണ്, അതിന്റെ ലെഫ്റ്റ് സൈഡ്. ഇനി ഈ ഫസ്റ്റ് ടേം തൊട്ട് k into k plus 1 വരെയുള്ളതാണ് pk യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് pk യുടെ റിസൾട്ട് കൊടുക്കാം. k into k plus 1 into k plus 2 divided by 3 ആയി. ഇത്രയും ടേംസിന് പകരം പ്ലസ് ഇനി ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ടേം k plus 1 into k plus 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എവിടേക്ക് എത്തിക്കണം? ഇതാ ഈ ടേം നമുക്ക് കിട്ടണം. ഇതാണ് P of k plus 1 ന്റെ റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി എങ്ങനെ കിട്ടും നോക്കാം. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ രണ്ട് ടേമിൽ എപ്പോഴും നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്താലാണ് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. സോ എന്തൊക്കെ കോമൺ ഉണ്ടെന്ന് നോക്കൂ. k plus 1 ഉണ്ട്, k plus 2 ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് അങ്ങ് എടുക്കാം. k plus 1 into k plus 2 നെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഒന്നാമത്തെ ടേമിൽ എന്താ ഉള്ളത്? k by 3 പ്ലസ് രണ്ടാമത്തെ ടേമിലോ 1. ഇനി ഈ രണ്ട് ടേമും കൂടെ ചേർക്കാം. അപ്പോഴോ k plus 1 into k plus 2 into 3 കോമൺ ആക്കിയാൽ k plus 3 divided by 3 എന്നാവും അല്ലേ? അപ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഒക്കെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ RHS എങ്ങനെയാണോ നമുക്ക് അതുപോലെ തന്നെ എഴുതിയാൽ മതി. സോ റിസൾട്ട് നോക്കൂ. k plus 1 നെ അങ്ങനെ തന്നെ എഴുതി. ഇവിടെയും k plus 1 ആണ്. k plus 2 നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സോ ഇറ്റ് ഈസ് k plus 1 plus 1. ഇനി അടുത്തത് k plus 3 ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. k plus 1 plus 2 divided by 3.
എത്തിയില്ലേ റൈറ്റ് സൈഡിൽ? Therefore P of k plus 1 is true. Therefore Pn is true for all n belongs to Z. അതെല്ലാത്തിൻ്റെയും കോമൺ കൺക്ലൂഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് n into n plus 1 into 2n plus 1 is divisible by 6. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ n equal to 2. അടുത്തത്, by assuming p of k is true for all k belongs to capital N. That means for all natural numbers k. Verify that p of k plus 1 is true. ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ n equal to 2 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുക്കണം അല്ലേ? സോ ആദ്യത്തെ ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് ലെറ്റ് p of n, എന്താ നമ്മുടെ p of n? n into n plus 1 into 2n plus 1 is divisible by 6. നമ്മൾ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുത്തു. ഇനി നമുക്ക് n equal to 2 തെളിയിക്കേണ്ടത്. ദാറ്റ് മീൻസ് p of 2 ശരിയാണോ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ലെറ്റ് us write p of 2. What is p of 2? 2 into 2 plus 1 into 2 into 2 plus 1, n-ന്റെ സ്ഥാനത്ത് 2, is divisible by 6. ഇതാണ് p of 2 എന്ന സ്റ്റേറ്റ്മെന്റ്. Now we have to verify this. അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയണം? ഈ പെർട്ടിക്കുലർ നമ്പർ എന്താണെന്ന് അറിഞ്ഞാലാണ് അതിനെ divisible by 6 ആണെന്ന് പറയാൻ പറ്റുക. So let us check what is the value of this part. അപ്പോൾ 2 into 2 plus 1 into 2 into 2 plus 1 equal to, ഇത് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്താ അത് വരിക? 2 into 2 plus 1 is 3 into 2 into 2 plus 1, that is 4 plus 1, that is 5. Now what is the value of this? 5 into 3, 15, 15 into 2, 30. അല്ലേ? 30യും 6ഉം തമ്മിൽ നോക്കൂ. 30 is clearly divisible by 6. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഴുതാം divisible by 6. അപ്പോൾ ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു. ബിക്കോസ് ദാറ്റ് നമ്പർ ഈസ് 30. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? Therefore p of 2 is true. ഇനി ക്വസ്റ്റ്യനിൽ തന്ന പാറ്റേണിൽ വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് എന്താ അതിൻ്റെ അർത്ഥം? ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ p of n is true for n equal to 2. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. So that is the answer of the first sub question. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് രണ്ടാമത്തേല് പറഞ്ഞിട്ടുള്ളത്? By assuming p of k is true, verify that p of k plus 1 is true. അപ്പൊ നമുക്ക് ആദ്യം p of k assume ചെയ്യാം. എന്താണ് p of k? Let p of k be true. ഇനി p of k എന്താന്ന് എഴുതി വയ്ക്കാം? n equal to k കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? k into k plus 1 into 2k plus 1 is divisible by 6. അല്ലേ? ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പൊ നമുക്ക് മുന്നേത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. Then k into k plus 1 into 2k plus 1 equal to, എന്തായിരിക്കും ആ നമ്പറിന്റെ ഫോം? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം 6p for some number p. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് p of k plus 1 is true. So we have to prove p of k plus 1. Now what will be our p of k plus 1? നമുക്ക് അതെന്താണെന്ന് എഴുതി വയ്ക്കാം. n-ന്റെ സ്ഥാനത്ത് k plus 1 ആണ് കൊടുക്കുന്നത്. സോ k plus 1 into n into എന്നുള്ളതിന് പകരം ഇനി n plus 1 അതെന്താവും? k plus 1 plus 1. Now 2n plus 1 അതെന്താവും? 2 into k plus 1 plus 1. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 2 into ബ്രാക്കറ്റിലാണ് k plus 1 is divisible by 6. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. We have to prove. ഇതാണ് നമുക്ക്
തെളിയിക്കേണ്ടത്. അപ്പൊ ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം അല്ലെ? അതാണ് നമ്മുടെ എയിം. സോ നമുക്ക് ആ നമ്പർ മാത്രം ഇങ്ങോട്ട് എടുക്കാം. k+1 ഇൻറ്റു k+1+1 ഇൻറ്റു 2 ഇൻറ്റു k+1+1 ഇതാണ് നമ്മുടെ നമ്പർ. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. k+1 ഇൻറ്റു k+1+1 can be written as k+2. ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമുള്ളത് എന്താ? 2k+1 എന്നുള്ള ടേം ആണ് നമുക്ക് pk അപ്ലൈ ചെയ്യാൻ ആവശ്യം അല്ലെ? അപ്പൊ ഈ ടേം വരത്തക്ക രീതിയിൽ ഇതിനെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ 2ന്റെ ഉള്ളിലേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? 2k+2 എന്നാണ് വരിക. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. ആ 2+1 ചേർക്കണ്ട, നമുക്ക് ആവശ്യം പോലെ 2k+1 എന്നുള്ള പാർട്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ? k+1 ഇൻറ്റു k+2 ഇൻറ്റു 2k+1 ആ +1 ഇങ്ങോട്ട് എഴുതി എന്നിട്ട് വേണമെങ്കിൽ +2 എഴുതാം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഇനി നമ്മുടെ എയിം എന്താ? നമുക്ക് ഇങ്ങനെ ഒരു സാധനത്തിനെ അതിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു പാർട്ട് വന്നാൽ നമുക്ക് അതിന് പകരം 16 എഴുതാം. ഇതാണ് നമ്മുടെ എയിം. അപ്പൊ എങ്ങനെയാണ് ആ പാർട്ട് നമുക്ക് കയ്യിലുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു, നോക്കൂ, k+1 നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ k+1 എന്നുള്ള ടേമിനെ നമുക്ക് ഒന്നും ചെയ്യണ്ട, അതാണോ നിൽക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താ? k+1, പിന്നെ ആവശ്യമുള്ളത് k ആണ് അല്ലെ? പക്ഷെ ഈ k+2 ഒരു k എന്നുള്ള പാർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് k+1ഉം 2k+1+2 എന്നുള്ള ടേമും അവിടെ തന്നെ നിർത്തുക. ഈ ടേം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ രണ്ട് ടേമിന്റെ സമ്മാക്കിയിട്ട് എഴുതാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? k ഇൻറ്റു k+1 ഇൻറ്റു 2k+1+2 പ്ലസ് 2 ഇൻറ്റു k+1 ഇൻറ്റു 2k+1+2 എഴുതിക്കൂടെ? അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്ന സ്റ്റെപ്പ്. സോ ലെറ്റ് us write k ഇൻറ്റു k+1 ഇൻറ്റു 2k+1+2 പ്ലസ് ഈ 2നെ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യുന്നു. സോ 2 ഇൻറ്റു k+1 ഇൻറ്റു 2k+1+2 ഒരു ടേം ആയിരുന്നു. അതിനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നോക്കൂ, ഈ k ഇൻറ്റു k+1 ഇൻറ്റു 2k+1 എന്നുള്ള പാർട്ട് വന്നോ? k ഇൻറ്റു k+1 വന്നു, 2k+1 എന്നുള്ള പാർട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഈ ടേമിനെ വീണ്ടും രണ്ടാക്കണം. രണ്ടാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 2k+1 എന്നുള്ള പാർട്ട് നമുക്ക് ഒന്നിച്ചെടുക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 2k+1 ഇൻറ്റു k ഇൻറ്റു k+1 ഓർ k ഇൻറ്റു k+1 ഇൻറ്റു 2k+1 പ്ലസ് k ഇൻറ്റു k+1 ഇൻറ്റു ഇത് ഉപയോഗിച്ച് വീണ്ടും ഇതിനെ രണ്ടാക്കുന്നു. സോ ലെറ്റ് us write k ഇൻറ്റു k+1 ഇൻറ്റു 2k+1 പ്ലസ് k ഇൻറ്റു k+1 ഇൻറ്റു 2. ഇത് വീണ്ടും രണ്ട് ടേമായിട്ട് മാറും. ഇനി തൽക്കാലം നമ്മൾ ഈ ടേമിനെ മാറ്റുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വേണം തീരുമാനിച്ചിട്ട് ഇതിന്റെ കാര്യം നോക്കാം. അപ്പൊ ഇതിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുകയാണ്. 2 ഇൻറ്റു k+1 ഇൻറ്റു 2k+3 ആക്കി, 2+1 3 ആക്കി. കാരണം ഈ ടേം കൊണ്ടുവരൽ കഴിഞ്ഞാലോ. അപ്പൊ ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് ചേർത്ത് എഴുതിയിട്ട് നോക്കാം. ഇനി നോക്കൂ, k ഇൻറ്റു k+1 ഇൻറ്റു 2k+1 പകരം നമ്മൾ 6p എന്നുള്ള നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. സോ വി ആർ അപ്ലൈയിങ് ഹിയർ ദ റിസൾട്ട് ഓഫ് pk. അപ്പൊ ഇത്രയും ഭാഗം 6p ആയി. ഇനിയുള്ളത് ഈ രണ്ട് പാർട്ടാണ് അല്ലെ? ഈ രണ്ട് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. 2 കോമൺ ആണ്, k+1 കോമൺ ആണ് അല്ലെ? സോ ലെറ്റ് us write take 2 ഇൻറ്റു k+1 ഔട്ട്സൈഡ്. ബാക്കി ഒന്നാമത്തെ ടേമില് k ആണുള്ളത്. രണ്ടാമത്തെ ടേമിൽ എന്താണുള്ളത്? 2 ഇൻറ്റു k+1 പുറത്തേക്ക് വന്നാൽ രണ്ടാമത്തെ ടേമിൽ ബാക്കി എന്താണുള്ളത്? 2k+3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചേർക്കാം. 6p പ്ലസ് 2 ഇൻറ്റു k+1 ഇൻറ്റു ഇതെന്താ വരിക? k+2k ഈസ് 3k. സോ ഇറ്റ് ഈസ് 3k+3. നമ്മുടെ എയിം എന്താണ്? നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. അതായത് 6നെ പുറത്തെടുത്തിട്ട് 6 ഇൻറ്റു എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. സോ അഗൈൻ 6p പ്ലസ് 2 ഇൻറ്റു k+1 ഇതിൻ്റെ ഉള്ളിൽ 3 കോമൺ അല്ലെ?
അപ്പോൾ ബാക്കിയുള്ളത് എന്താ k plus 1. അപ്പോൾ നോക്കൂ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2ഉം 3ഉം ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ടിലും 6 എന്നുള്ള ടേം കോമൺ ആണ്. സോ ടേക്കിംഗ് 6 ഔട്ട്സൈഡ് ഇവിടെ ബാക്കിയുള്ളത് p ആണ് പ്ലസ് ഇവിടെ ബാക്കി എന്താണത് k plus 1 into k plus 1 or we can write k plus 1 whole square. Anyway ആ നമ്പർ നമ്മൾ k plus 1 into k plus 1 plus 1 into 2 into k plus 1 plus 1 ൽ നിന്നാണ് തുടങ്ങിയത്. ആ നമ്പർ 6 into ഒരു പാർട്ട് എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? which is divisible by 6. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? therefore p of k plus 1 is true. ഇനി ഇവിടെ p of k plus 1 ശരിയാണെന്ന് തെളിയിക്കാനേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കോമൺ കൺക്ലൂഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ആൻസർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ p of n 9 raised to n minus 1 is a multiple of 8 where n belongs to n. First sub question, is p of 1 true? Second sub question, by assuming pk is true, show that p of k plus 1 is true. മുമ്പ് ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യം. സോ ഇവിടെ പി എൻ എന്നുള്ള പേരൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ഒന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. എന്താണ് p1 ശരിയാണോ? അപ്പൊ ആദ്യം എന്താണ് p1? p1 കിട്ടാൻ എന്ത് ചെയ്യണം? n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. സോ ഇറ്റ് ഈസ് 9 raised to 1 minus 1 is a multiple of 8. ഇതാണ് p1 എന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം ഇത് ശരിയാണോ തെറ്റാണോ. അതിനെന്താ അറിയേണ്ടത്? ഈ നമ്പർ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. സോ വാട്ട് ഈസ് 9 raised to 1 minus 1? It is 8, which is a multiple of 8. അല്ലേ? Therefore p of 1 is 2. So that is the answer of the first part. Now let us move to the second part. By assuming pk is true, show that p of k plus 1 is true. അപ്പോൾ നമുക്ക് ആദ്യം pk assume ചെയ്യാം. Let pk be true. Now what is pk? p of k എന്ന് പറയുന്നത് n-ന്റെ സ്ഥാനത്ത് k കൊടുത്താൽ കിട്ടും. 9 raised to k minus 1 is a multiple of 8. ഇതാണ് നമ്മൾ assume ചെയ്യുന്ന റിസൾട്ട്. ഇനി നോക്കൂ, ഈ നമ്പർ 8-ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്തൂടെ? വാട്ട് ഈസ് ദ ഫോം ഓഫ് 9 raised to k minus 1? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 8p ഫോർ സം നമ്പർ p. അല്ലെ? ഇതിൽ നിന്നും വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ 9 raised to k? ഈ 1-നെ അങ്ങോട്ട് എടുത്താൽ മതി. സോ 9 raised to k can be written as 8p plus 1. ഇതവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. Now we have to prove that p of k plus 1 is true. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എന്താണ് p of k plus 1 എന്നറിയണം. We have to prove p of k plus 1. Now what is p of k plus 1? k യുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ മതി. അല്ലെങ്കിൽ നേരത്തെ ചോദ്യത്തിൽ n-ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. So the expression is 9 raised to k plus 1 minus 1 is a multiple of 8. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇത് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? ഈ നമ്പർ 8-ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയണം. അപ്പൊ നമുക്ക് മുന്നേ ഒക്കെ ചെയ്ത പോലെ ആ നമ്പറിനെ മാത്രം ഇങ്ങോട്ട് എടുക്കാം. ഇനി ഇതിൽ എന്ത് വേണം? പി കെ അപ്ലൈ ചെയ്യണമെങ്കിൽ 9 raised to k ഉണ്ടാവണം. അപ്പൊ ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കണം. എങ്ങനെ സ്പ്ലിറ്റ് ആക്കുക? 9 raised to k into 9 raised to 1. പിന്നെയുള്ള -1 അങ്ങനെ തന്നെ എഴുതാം. ഇനി എന്താ വേണ്ടത്? 9 raised to k ക്ക് പകരം നമ്മൾ തൊട്ട് മേലത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ച ആ എക്സ്പ്രഷൻ എടുക്കാം. സോ ഇറ്റ് ഈസ് 8p plus 1 into 9 minus 1 9. Now this is equal to 9 നെ ഉള്ളിലേക്ക് എടുക്കാം. 8p into 9 plus 9 1 into 9 minus 1. Now again 8p into 9 ഇത് രണ്ടും കൂടെ ചേർത്താൽ എന്താ കിട്ടുക? plus 8. Now 8 is a common factor. So let us write 8 outside. 8 into 9p plus 1 എന്നായി. ഓക്കെ, നമുക്ക് എന്താ കാണിക്കേണ്ടിയിരുന്നത്? 8-ന്റെ മൾട്ടിപ്പിൾ ആണെന്നാ കാണിക്കേണ്ടിയിരുന്നത് അല്ലേ? സോ ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. Therefore
P of k plus 1 is 2. ഈ ക്വസ്റ്റ്യന് P of k plus 1 ശരിയാണെന്ന് കാണിക്കാനേ പറഞ്ഞുള്ളൂ. So this is our conclusion. Prove by principle of mathematical induction cos theta plus I sin theta whole raised to n equal to cos n theta plus I sin n theta for all n belongs to n. എങ്ങനെയാണ് ഇത് തെളിയിക്കാം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്നത്തെ ചോദ്യങ്ങൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളെ അതിൻ്റെ ഉള്ളിൽ വേണ്ടു. സോ ആദ്യം തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുക്കാം. ലെറ്റ് P of n cos theta plus I sin theta whole raised to n equal to cos n theta plus I sin n theta. ആദ്യം തന്നെ പേര് കൊടുത്തു. ഇനി അടുത്തത് P of 1. എന്താണ് P of 1 വരിക? cos theta plus I sin theta whole raised to 1 is equal to cos 1 theta plus I sin 1 theta. അല്ലേ? Now what is the LHS? അല്ലെങ്കിൽ ഇത് cos theta plus I sin theta whole raised to 1 എന്ന് പറഞ്ഞാൽ it is cos theta plus I sin theta. Now what is this term? 1 into theta is theta. So this is again cos theta plus I sin theta തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ആണ്, നമുക്ക് ഒന്നും എടുത്തെഴുതാനും കൂടി ഇല്ല. Therefore P of 1 is 2. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഭാഗം അവിടെ തീർന്നു. ഇനി അടുത്തത് എന്താ? Let P of k be true. Now what is our P of k? നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. n സ്ഥാനത്ത് k കൊടുക്കാം. So it is cos theta plus I sin theta whole raised to k is equal to, ഇവിടെയും n സ്ഥാനത്ത് k, cos k theta plus I sin k theta. ഇതാണ് നമ്മൾ ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്ന റിസൾട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? We have to prove P of k plus 1. And what will be P of k plus 1? n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. So it is cos theta plus I sin theta whole raised to k plus 1 equal to, ഇവിടെയും n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? n ന്റെ സ്ഥാനത്ത് k plus 1 ആവുമ്പോൾ k plus 1 എന്ന് പറയുമ്പോൾ രണ്ട് ടേം ഇല്ലേ? So you have to put k plus 1 in a bracket. So it is cos k plus 1 theta plus I sin k plus 1 theta. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി ഇത് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ LHS equal to RHS എന്നുള്ള പ്രൊസീജിയറിൽ പോകണം. ഓക്കെ, സോ നമുക്ക് LHS എന്ന് തുടങ്ങാം. cos theta plus I sin theta whole raised to k plus 1. നമുക്ക് pk അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? whole raised to k വേണം. ഇവിടെ whole raised to k plus 1 ആണ്. അപ്പോൾ എന്ത് വേണം? ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ മാറ്റി വെക്കണം. So we can write this as cos theta plus I sin theta whole raised to k into cos theta plus I sin theta whole raised to 1. whole raised to 1 എന്നുള്ളത് പലപ്പോഴും നമ്മൾ അവിടെ raised to 1 എഴുതണമെന്നില്ല. It is understood. അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? We can apply for this term the result of pk. ഇതിന് പകരം നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. So this is equal to cos k theta plus I sin k theta. അവിടെ നമ്മൾ ഈ ടേമിന് പകരം ഈ ടേം, അതായത് pk ഉപയോഗിച്ചു, into cos theta plus I sin theta. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് a plus b into c plus d എന്നുള്ള ഫോമിലാണ്. നമുക്ക് ഇതിന്റെ ബ്രാക്കറ്റ് എല്ലാം കളഞ്ഞ് ഇതിന് 4 ടേം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനതിനെ ഇങ്ങോട്ട് നീക്കി എഴുതുകയാണ്. എനിക്കിവിടെ സ്ഥലം മതിയാവില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഈക്വൽ ടു എല്ലാം താഴെ താഴെ എഴുതാം. അതാണ് കാണാൻ ഭംഗി. സോ നമുക്ക് ഇതൊന്ന് നോക്കാം. cos k theta into cos theta plus cos k theta into I sin theta. അതിലെ ഇനി അടുത്ത രണ്ടെണ്ണം ഏതാണ്? I sin k theta കൊണ്ട് ഇൻറ്റു ചെയ്യണം. പ്ലസ് I sin k theta into cos theta plus I sin k theta into I sin theta. ഓക്കെ, 4 ടേം ആക്കിയിട്ട് മാറ്റി എഴുതും. ഇനി ഇതിൽ ഏതെല്ലാം ടേമിനെ നമുക്ക് ചേർക്കാൻ പറ്റും നോക്കാം.
അപ്പൊ ഈ ടേം കോസ് കെ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഞാൻ തൽക്കാലം അങ്ങനെ തന്നെ എഴുതി. ഈ രണ്ട് ടേം നിങ്ങൾ നോക്കുന്നത് അടുത്ത രണ്ട് ടേം അവിടെ ഐ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ പ്ലസ് ഐ ഇൻറ്റു ഇത് രണ്ടും കൂടെ ചേർത്താൽ എന്താ കിട്ടുക? കോസ് കെ തീറ്റ സൈൻ തീറ്റ. ഇവിടെ ഐ പോയി ബാക്കിയുള്ള രണ്ടെണ്ണം പ്ലസ് ഇതിൽ നിന്ന് ഐ മാറ്റി വെച്ചാൽ സൈൻ കെ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഈ രണ്ട് ടേമിനെ ചേർത്ത് ഇനി ലാസ്റ്റ് ടേം നോക്കുക. അവിടെ ഐ സ്ക്വയർ ഉണ്ട് അല്ലെ? വി നോ ദാറ്റ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. അപ്പൊ എന്തായി? -1 ഇൻറ്റു സൈൻ കെ തീറ്റ സൈൻ തീറ്റ എന്നാണ്. 1 ഇൻറ്റു ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല, മൈനസ് എന്നുള്ള ചിഹ്നം അവിടെ ഇട്ടാലും മതി. അപ്പൊ നോക്കൂ, ഈ ടേമും കൂടെ കമ്പൈൻ ചെയ്തൂടെ? അപ്പൊ നമുക്ക് അതിനെ ഒന്നും കൂടെ അടുപ്പിച്ച് എഴുതാം. കോസ് കെ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, പിന്നെ ഞാൻ ആ ടേം എഴുതാണ് ഐ ഇല്ലാത്ത ടേം, മൈനസ് സൈൻ കെ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഈ രണ്ടെണ്ണം ഒന്നിച്ചെഴുതി പ്ലസ് ഐ ഇൻറ്റു ഈ നോക്കൂ കോസ് കെ തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ കെ തീറ്റ കോസ് തീറ്റ. വേണമെങ്കിൽ ഒന്ന് തിരിച്ചു വരയ്ക്കാം. സൈൻ കെ തീറ്റ കോസ് തീറ്റ പ്ലസ് cos k theta sin theta, that is sin a cos b plus cos a sin b എന്നുള്ള ഫോമാണ്. sin a cos b plus cos a sin b എന്നുള്ള ഫോമാണ്. we know that it is sin a plus b. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? sin k theta plus theta എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ പാർട്ടും കൂടെ ഒന്ന് ചെറുതാക്കണം അല്ലേ? ഇതിനെന്താ കിട്ടുക? ഇത് cos a cos b minus sin a sin b എന്നുള്ള ഫോം. we know that it is the expansion of cos a plus b, so it is here cos k theta plus theta plus ഇവിടെ I sin k theta plus theta. ഇനി നമുക്ക് ആൻസർ ആവാൻ എന്താ വേണ്ടത്? ഈ തീറ്റേനെ ഒന്ന് പുറത്തേക്ക് എഴുതിയാൽ മതി. k plus 1 തീറ്റ എന്നല്ലേ വേണ്ടത്. സോ തീറ്റേനെ നമുക്ക് പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതാം, cos k plus 1 തീറ്റ plus I sin, അതുപോലെ ഇവിടെ k plus 1 തീറ്റ. എത്തിയില്ലേ RHS ല്? So this implies, അല്ലെങ്കിൽ therefore p of k plus 1 is 2 and therefore pn is true for all n belongs to n. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസും കൂടെ ഉപയോഗിക്കേണ്ടി വരും.